ഇനി വലിച്ചോ തള്ളി വിട് അയലസ തള്ളി വിട് തള്ളി വിട് അയലസ തള്ളി വിട് അയലസ തള്ളി വിട് തള്ളി വിട് അയലസ 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 തള്ളി വിട് അയലസ. ടൗൺഷിപ്പ് വീടുകളിൽ വിള്ളൽ വീണതിൽ വിമർശനം ശക്തമാവുന്നതിനിടെ ടൗൺഷിപ്പിൽ സന്ദർശനം നടത്തി മന്ത്രി കെ രാജൻ. കെ രാജൻ ദൃശ്യങ്ങളൊന്നും ആദ്യം കാണാം. ഇതിനെ അവിടെ ഇവിടെ പൊട്ടും പൊളിയൊക്കെ ഉണ്ട്. വെൽഡ് ചെയ്യണം. ഇയാൾക്ക് വേണ്ട പണ്ടാരൊക്കെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചോട്. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? ഓഹോ, ഇതാണോ കാര്യം? അയ്യോ അല്ല, ഒന്നുമില്ല. ആഹാ, എന്നാ ഇപ്പൊ ശരിയായിട്ടല്ല. എന്താണ് ശരിയാവും. ഇനി വലിച്ചോ തള്ളി വിട് അയലസ തള്ളി വിട് തള്ളി വിട് അയലസ തള്ളി വിട് അയലസ തള്ളി വിട് തള്ളി വിട് അയലസ 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 തള്ളി വിട് അയലസ. ഈ ലോഡിന് താഴ്ത്തിക്ക് എത്തിക്കണമെങ്കിൽ വടം തന്നെ വേണം. വിള്ളൽ വീണ വീടിന്റെ മേൽക്കൂരയിലെ പാടുകൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മായ്ക്കാനും മന്ത്രി ശ്രമിച്ചു. എന്ത് വിധി ഇത്? ശരി, വിചിത്രമായ വാദങ്ങൾ, നാടകീയമായ കാഴ്ചകൾ, ഇതൊക്കെ തന്നെയാണ് വയനാട് ടൗൺഷിപ്പിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ചതീത്. വിള്ളലില്ല എന്നും പെൻസിൽ വര മാത്രമാണ് എന്നുമുള്ള പ്രചാരണത്തിനിടയിലായിരുന്നു ഇത്. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നത്. വെള്ളം കിനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന് അംഗീകരിച്ച മന്ത്രി ഉണ്ടായത് വലിയ വിള്ളലല്ല എന്നും ന്യായീകരിച്ചു. പൊന്നു മോനെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഫേസ് 1-ലെ 178 വീടുകൾ പോലും ഇനിയും പൂർത്തിയായിട്ടില്ല. 40 വീടുകൾ മാത്രമാണ് താമസ യോഗ്യമായിട്ടുള്ളതെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നു. ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. തന്നോട് മാത്രമല്ല, ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. മന്ത്രി തന്നെ കയറി ഒരു ഗോവണിയിൽ കയറി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വിള്ളൽ ഉപയോഗിച്ച ഭാഗത്ത് മായ്ക്കുന്നതാണ് കണ്ടത്. അതായത് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് പെൻസിൽ മാർക്കാണെന്നും ഒരു വിള്ളൽ അവിടെ ഇല്ല എന്നും സാമൂഹിക മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടി നടക്കാൻ വയ്യാത്ത? മാധ്യമങ്ങൾക്ക് മുൻപിൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് അവിടെ വിള്ളൽ ഉണ്ട് എന്ന കാര്യം അംഗീകരിക്കേണ്ടി വന്നു. എനിക്കിപ്പോഴും ആ സംശയം മാറിയിട്ട് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഉണ്ടായത് വലിയ വിള്ളലൊന്നുമല്ല, ചെറിയ ഒരു ക്രാക്ക് മാത്രമാണ്. അതിൽ വെള്ളം കുറച്ച് കിരിഞ്ഞിറങ്ങുകയേ ചെയ്തിട്ടുള്ളൂ എന്ന് അതിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഇതൊന്നും അല്ല, ഇതിപ്പോ കണ്ടോ സാരമില്ല. 24 മണിക്കൂർ വെള്ളം വെച്ച് നോക്കി ഒരു ചെറിയ കിനിഞ്ഞിറങ്ങൽ കണ്ടു. കണ്ടാൽ അത് അവിടെ ക്യൂയർ ചെയ്ത് വീണ്ടും വെള്ളം നിറയ്ക്കും. അതിനു മുകളിൽ വീണ്ടും ഒരു വാട്ടർ പ്രൂഫ് നടത്തും. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ. വാട്ടർ പ്രൂഫിന്റെ മീതെ 2 മുതൽ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ ഇടത്തോട്ട് തിരിച്ച് ഒരു സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കൊടുക്കുക. പിന്നാലെ തന്നെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മന്ത്രി മുകളിലെ റൂഫിൽ മേൽക്കൂരയിൽ കയറി നോക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തന്നെ മന്ത്രി മുകളിൽ കൂടി കയറി. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. എവിടുന്ന വന്നേ? അവിടെ നോക്കി കൃത്യമായി തന്നെ അതിന്റെ വിള്ളലുകൾ ഉള്ള ഭാഗവും അത് അവിടെ അതിന്റെ വിള്ളൽ തടയാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ അടയാളങ്ങളും ഒക്കെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും നിസ്സാര കാര്യങ്ങളിൽ ഒരു വിപ്ലവകാരി പതറരുത്. ദുരന്ത ബാധിതരായ 1184 പേർക്കുള്ള 9000 രൂപ സഹായവും മുടങ്ങിയ നിലയിലാണ്. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ.